ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയിൽ നിന്നും വന്ന ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. മൊഡ്യൂൾ 10ൽ നിന്ന് കറണ്ട് റേഷ്യോ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് എ റേഷ്യോ ഓഫ് എ ഫേം ഈസ് 2:1 ആൻഡ് ദ കറണ്ട് ലയബിലിറ്റി ഈസ് ₹50,000 ആൻഡ് ഇഫ് ദ കറണ്ട് അസറ്റ് കൺസിസ്റ്റ് ഓഫ് ക്യാഷ് ₹10,000, debtors of ₹30,000 and the stock in trade, then what is the value of stock in trade എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നതെല്ലാം എടുത്ത് എഴുതിയിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ 2:1 എന്നും ശേഷം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണെന്നല്ലേ. അപ്പോൾ 2x മൈനസ് 1x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കവിടെ കിട്ടും. കറണ്ട് ലയബിലിറ്റി തന്നതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ അവിടെ കിട്ടും 50,000 ആണെന്ന്. ഇനി കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കറണ്ട് അസറ്റ് 2x ആണല്ലേ. അപ്പോൾ 2 × 50,000 1 ലാഖാണ് കറണ്ട് അസറ്റ് എന്ന് ലഭിക്കും. ഇനി സ്റ്റോക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ കറണ്ട് അസറ്റിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന ക്യാഷും ഡെറ്റേഴ്സും മൈനസ് ചെയ്താൽ നമുക്ക് സ്റ്റോക്ക് കിട്ടും. അപ്പോൾ കറണ്ട് അസറ്റ് എത്രയാണ്? 1 ലാഖ് മൈനസ് 10,000 പ്ലസ് 30,000 മൈനസ് ചെയ്യുമ്പോൾ 60,000 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 60,000 ആണ് സ്റ്റോക്കായിട്ട് വരുന്നത്.